ഇന്ന് നമ്മളൊരു 4 മണി പലഹാരമാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അത് പപ്പായ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കഷ്ണം പപ്പായയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ഇങ്ങനെ ഉരച്ചെടുക്കണം. നല്ല ടേസ്റ്റാട്ടോ, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തോരനൊന്നും വെച്ച് കൊടുത്താൽ പിള്ളേരൊന്നും കഴിക്കില്ലല്ലോ. ഇതുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ എല്ലാ കുട്ടികളും കഴിച്ചോളും. ഇപ്പം ഇത് മൊത്തം ഒന്ന് ഉരച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഇരിക്കും, ഇച്ചിരി നീളത്തിൽ ഒന്ന് ഉരച്ചെടുക്കാം. ഉരയ്ക്കുമ്പോൾ ഒത്തിരി ഉണ്ട് കേട്ടോ. വലിയ പൈസ മുടക്കൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. നമുക്കൊന്ന് ഉരച്ചെടുക്കാം. 2 പീസ് പപ്പായ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പില, ഒരു പച്ചമുളക് അരിഞ്ഞതേ ഒന്നിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സ്പൂണ് കാശ്മീരി മുളക് പൊടി കേട്ടോ. ഇത് ഇവിടെ തന്നെ പൊടിച്ച മസാലപ്പൊടിയാണ്. നമുക്ക് മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്ത് പൊടി വേണേലും ഇടാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, ഞാൻ എടുത്തേക്കുന്ന അരിപ്പൊടിയാണ്. മൈദയോ കോൺഫ്ലവറോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഏതിട്ടാലും കുഴപ്പമില്ല. അപ്പം ഞാൻ അരിപ്പൊടി 5 സ്പൂണാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഞാനിതൊരു മുഴുത്ത പാത്രത്തിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കാം. ഒത്തിരി കുഴഞ്ഞു പോകരുത് കേട്ടോ. തോന്നുന്നു കേട്ടോ. നമുക്ക് 1 സ്പൂണും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ. നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ ഇച്ചിരി വിട്ട് നിൽക്കണം കേട്ടോ. ഒത്തിരി കുഴഞ്ഞു പോകരുത്. പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്ത് കഴിയുമ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് എണ്ണയ്ക്കകത്തൊക്കെ ഇടുമ്പോഴത്തേക്കും വിട്ടു പോകുമായിരിക്കും. ഇത് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ വിട്ട് ഓവർ പൊടി വേണ്ടതാനും ഇങ്ങനെ നിൽക്കണം. ഈ ഒരു പാകത്തിനാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ പൊടി ഓവറില്ല. നമ്മുടെ പപ്പായ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. നല്ല സബോള വട പോലെ ഇരിക്കും. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് സബോളയൊന്നും ഇടണ്ട. ഇതെല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതുമാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കൂടെ പപ്പായയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഈ പാകത്തിന് നമ്മൾ കുഴച്ചാൽ മതി കേട്ടോ. നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി കേട്ടോ. നമ്മൾ എണ്ണ വെച്ചതൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്ത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി എണ്ണച്ചെലവൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാട്ടോ. നാടൻ പലഹാരമാണ്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിടാം. പെട്ടെന്ന് മൂത്ത് കിട്ടും. നമുക്ക് ഒത്തിരി എണ്ണച്ചെലവൊന്നുമില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ്. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഉള്ളിവട പോലെയൊക്കെ ഇരിക്കും കേട്ടോ. സബോള വടയൊക്കെ പോലെ. ഇത് പപ്പായയാണെന്നൊന്നും ആരും പറയുകയല്ലേ ഈ പലഹാരം കണ്ടിട്ടുണ്ടെങ്കിലേ.
രാവിലെ തൊട്ട് നല്ലൊരു മഴയാട്ടോ. 3-4 ദിവസമായി. ഒരു ദിവസം പോലും ഒരു വെയിലുമില്ല, ഒന്നുമില്ല. ഭയങ്കര ഒരു മൂടി കെട്ടിയ ഒരു കാലാവസ്ഥയാണ്. നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാനായിട്ടൊന്നും പറ്റുന്നില്ല. നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം കേട്ടോ. ഞാനിത് ചെറുതായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് വലിപ്പം കൂട്ടി ഉണ്ടാക്കേണ്ടവർക്ക് വലിപ്പം കൂട്ടി ഉണ്ടാക്കാം. പിന്നെ മുളക് ഞാൻ കുറച്ച് മുളകേ ഇട്ടിട്ടുള്ളൂ. കൂടുതൽ ഇടാൻ ആവശ്യമുണ്ടെങ്കിൽ കൂടുതലിടാം. ഞാൻ മുളക് പൊടിയും കൂടി ഇട്ടുകൊണ്ടാട്ടോ ഒരു മുളകിട്ടത്. അല്ലെങ്കിൽ കൂടുതൽ മുളകിട്ടാൽ നല്ല എരിവൊക്കെ വേണ്ടവർക്ക് കൂടുതലിടാം കേട്ടോ. നമ്മുടെ പപ്പായ വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്രയും പപ്പായ കൊണ്ട് നമ്മൾ ഇത്രയുമാണ് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.